ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്കോർ മലയാളത്തിൻ്റെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. RRB NTPC എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് തരുന്നതിനാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. മറ്റൊന്നുമല്ല, എക്സാമിൻ്റെ സിറ്റി ഇൻറ്റിമേഷൻ ലിങ്ക് ഓൾറെഡി ആക്റ്റീവ് ആയിട്ടുണ്ട്. അപ്പോൾ എക്സാമിന് വേണ്ടി പഠിച്ചു തുടങ്ങുന്ന കുട്ടികൾ അല്ലെങ്കിൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ നിങ്ങളുടെ എക്സാമിനേഷൻ സെൻറ്റർ എവിടെയാണ്, എക്സാമിനേഷൻ്റെ സിറ്റി എവിടെയാണ് എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ അറിയാൻ പറ്റും. ആ ലിങ്ക് ആക്റ്റീവ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്ക് എന്താണെന്നുള്ളത് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടെലഗ്രാം ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിറ്റി ഇൻറ്റിമേഷൻ ലിങ്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അത് മാക്സിമം എല്ലാവരും പെട്ടെന്ന് തന്നെ അതായത് ഇപ്പോൾ ഓഗസ്റ്റ് 7 നിങ്ങൾക്കറിയാവുന്നതാണ്, നമ്മൾ ഓൾറെഡി ഈ നോട്ടീസ് മുന്നേ കാണിച്ചിട്ടുള്ളതാണ്. ഓഗസ്റ്റ് 7 നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. സെപ്റ്റംബർ മാസം 9 വരെയാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഓഗസ്റ്റ് 7 മുതൽ സെപ്റ്റംബർ 9 വരെ 19 ദിവസങ്ങളിലായിട്ട്, ഇടയിൽ മുടക്കുകളൊക്കെ ഉണ്ടായിരിക്കും, 19 ദിവസങ്ങളിലായിട്ടാണ് ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ 19 ദിവസങ്ങളിലേക്ക് ഉള്ള ആളുകളുടെ സിറ്റി ഇൻറ്റിമേഷൻ ലിങ്കാണ് ഇപ്പോൾ ആക്റ്റീവ് ആയിരിക്കുന്നത്. എക്സാമിന് 10 ദിവസം മുന്നേ മാത്രമേ നിങ്ങളുടെ സിറ്റി നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സിറ്റി അറിയാൻ പറ്റുന്നത് ഓഗസ്റ്റ് 7 പരീക്ഷ നടത്തുന്ന ആളുകളുടെയാണ്. ഓഗസ്റ്റ് 8 ഉള്ള ആളുകളുടെ നാളെയും 9 ഉള്ള ആളുകളുടെ മറ്റന്നാൾ, ആ രീതിയിലായിരിക്കും സിറ്റി ഇൻറ്റിമേഷൻ ലിങ്ക് ആക്റ്റീവ് ആയിരിക്കുക. ഇതിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, സിറ്റി ഇൻറ്റിമേഷൻ ലിങ്കിൻ്റെ കാര്യം പറയുന്നുണ്ട്. പിന്നെ അതിനുശേഷം നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് നിങ്ങൾക്ക് 4 ദിവസം മുന്നേ മാത്രമാണ് നിങ്ങൾക്ക് ആക്റ്റീവായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഓഗസ്റ്റ് 7 പരീക്ഷ നടക്കുന്ന ആളുകളുടെ ഹോൾ ടിക്കറ്റ് കിട്ടുന്നത് ഓഗസ്റ്റ് 3 ഓഗസ്റ്റ് 4 ആയിട്ടായിരിക്കും നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് കിട്ടുക. അപ്പോൾ ഹോൾ ടിക്കറ്റിനകത്തായിരിക്കും നിങ്ങളുടെ എക്സാക്ട് സെൻറ്റർ എവിടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് സിറ്റി മാത്രമാണ്. സപ്പോസ് എറണാകുളത്താണ് നിങ്ങളുടെ എക്സാമിനേഷൻ സെൻറ്റർ അല്ലെങ്കിൽ എക്സാമിനേഷൻ സിറ്റി എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ എറണാകുളത്ത് എവിടെയാണ് എക്സാമിനേഷൻ സെൻറ്റർ എന്ന് നിങ്ങൾക്ക് 4 ദിവസം മുന്നേ മാത്രമേ അറിയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10 ദിവസം മുന്നേ മാത്രമാണ് നിങ്ങളുടെ സിറ്റി ഇൻറ്റിമേഷൻ ലിങ്ക് ആക്റ്റീവ് ആയിരിക്കുള്ളൂ. അപ്പോൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ എന്ത് ചെയ്യുക, എല്ലാ ദിവസവും ഈ സിറ്റി നോക്കുക, നിങ്ങളുടെ എക്സാമിനേഷൻ ഡേറ്റ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട്. അതാണ് പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി പ്രിപ്പറേഷൻ്റെ കാര്യത്തിലേക്ക് കടക്കുമ്പോൾ, നിങ്ങൾ പഠിത്തത്തെക്കാൾ ഉപരി ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങൾ തയ്യാറെടുക്കേണ്ടത് എക്സാം ഹാളിൽ അതുപോലെ തന്നെ എങ്ങനെയായിരിക്കണം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ അതെന്തായാലും നിങ്ങൾ കാണാതെ പോകരുത്. ഈ ഒരു വീഡിയോ എക്സാമിനേഷൻ ഹാളിൽ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ പറ്റിയിട്ടും, ആ സമയത്ത് നിങ്ങളുടെ മാനസികാവസ്ഥയെ പറ്റിയിട്ടും, ആ സമയത്ത് നിങ്ങളുടെ സറൗണ്ടിങ്സിനെ പറ്റിയിട്ടും, നിങ്ങളുടെ ചുറ്റുപാടുകൾ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എക്സാമിനേഷൻ ഹാളിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ തയ്യാറെടുക്കേണ്ടത് എങ്ങനെയാണ്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ ഈ 2 വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ ഓൾറെഡി അവൈലബിൾ ആണ്. ഞാൻ ഈ വീഡിയോയിൽ തന്നെ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഈ പറയുന്ന 2 വീഡിയോസിൻ്റെ ലിങ്കും പ്രൊവൈഡ് ചെയ്യാം. നിങ്ങൾ ഈ വീഡിയോ കൂടെ ഒന്ന് കാണുക. എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ ഈ വീഡിയോ കാണാതെ പോകരുത്. ഇനി പ്രിപ്പറേഷൻ്റെ കാര്യത്തിലേക്ക് കടക്കുമ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നമ്മൾ ഓൾറെഡി NTPC ഗ്രാജുവേറ്റ് അതിൻ്റെ CBT 1 വേണ്ടി ഒരു സൂപ്പർ റിവിഷൻ സീരീസ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, യൂട്യൂബിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നമ്മുടെ ഓരോ സബ്ജക്റ്റുകൾ, ഇപ്പോൾ ഏൻഷ്യൻ ഇന്ത്യയുടെ 4 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു റിവിഷൻ സീരീസ് ഉണ്ട്. അതുപോലെ തന്നെ ഓരോ സബ്ജക്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ അതിനകത്ത് റിവിഷൻ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന കുട്ടികൾക്ക് നിങ്ങൾക്ക് റിവിഷന് വേണ്ടി ഈ സീരീസിനെ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സാമിനേഷൻ ഹാളിലേക്ക് കടക്കുന്നതിന് മുന്നേ ഉള്ള നിങ്ങളുടെ മാനസികാവസ്ഥ, നിങ്ങളുടെ പ്രിപ്പറേഷൻ എങ്ങനെയായിരിക്കണം എന്നുള്ളതും, എക്സാമിനേഷൻ ഹാളിൽ നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് നേരത്തെ കാണിച്ച 2 വീഡിയോസ്. ഇനി നിങ്ങളുടെ പ്രിപ്പറേഷനെ ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി, ലാസ്റ്റ് മിനിറ്റ് റിവിഷന് വേണ്ടി നിങ്ങൾക്ക് ഈ റിവിഷൻ സീരീസിൻ്റെ വീഡിയോസ് എല്ലാം തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ കാര്യം കൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇനി ഈ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഇതിന് പുറമെ നമ്മുടെ NTPCയുടെ ഗ്രാജുവേറ്റ് ലെവലിൽ CBT 2 ബാച്ച് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യാം, നമ്മൾ ആ കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. NTPC CBT 2 ഗ്രാജുവേറ്റിൻ്റെ CBT 2 ബാച്ചാണിത്. അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡിയുടെ ക്രാഷ് കോഴ്സും നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ള കുട്ടികൾക്ക് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ നമ്മൾ Google ഫോം കൊടുക്കുന്നുണ്ടായിരിക്കും. ആ ഫോം ഫില്ല് ചെയ്യുക. കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ക്വയറീസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നതിനാണ് ഇത്തരത്തിലൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഞാൻ ഒരിക്കൽ കൂടെ പറയാം, സിറ്റി ഇൻറ്റിമേഷൻ ലിങ്ക് ആക്റ്റീവ് ആയിട്ടുണ്ട്. എക്സാമിനേഷൻ്റെ സെൻറ്റർ സിറ്റി എവിടെയാണെന്ന് അറിയാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ലിങ്കിൽ കയറി നോക്കുക. ഇതിന് പുറമെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ RRB തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന മോക്ക് ടെസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ടെസ്റ്റ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ചെയ്തു നോക്കുക, എക്സാം ഒന്ന് ചെയ്തു നോക്കുക. കാരണം RRB തന്നെ അവർ എങ്ങനെയാണ് ടെസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതേ ഫോർമാറ്റിലുള്ള ഒരു മോക്ക് ടെസ്റ്റിൻ്റെ ലിങ്കാണ് RRB പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ലിങ്കാണ് ഞാൻ ടെലഗ്രാം ചാനലിൽ കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ലിങ്ക് കാണാവുന്നതാണ്.
അപ്പോൾ ആ ലിങ്കിൽ കൂടെ കയറിയിട്ട് നിങ്ങൾ ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക ഇനി വരുന്ന ദിവസങ്ങളിൽ. അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.